ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരും ആയവരെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ വീഡിയോയിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യേശുവിനെ സന്ദർശിച്ച നിക്കോദീമോസിനെ കുറിച്ചാണ് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വായിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാലും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദീമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ലെന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ച് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളവർ ഊതുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടെ നിന്ന് എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് അവനോട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. താനും ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശെ മരുഭൂമി സർപ്പത്തെ ഉയർത്തുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇതിനോടകം പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. യേശു സുനഗോഗുകളിലും അതുപോലെ തെരുവുകളിലും ധാരാളം പ്രസംഗങ്ങൾ ചെയ്തു. ധാരാളം പേര് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി. എന്നാൽ യേശുവിനെ തെറ്റിദ്ധരിക്കുന്നവരും ഇല്ലാതില്ല. അങ്ങനെ ഇരിക്കെ ഒരു സത്യാന്വേഷിയായ ഭക്തനായ വൃദ്ധനായ നിക്കോദീമോസ് യേശുവിനെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നറിയുവാൻ യേശുവിനെ നേരിൽ കാണാനായി തയ്യാറായി. വിശദമായി യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്ന് പഠിക്കാമല്ലോ, അറിയാമല്ലോ എന്ന് വിചാരിച്ചാകാം. നിക്കോദീമോസ് അറിഞ്ഞത് യേശു ഒരു നല്ല പ്രവാചകനാണ് എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച്, വൃദ്ധനായ അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞയച്ചാൽ മതി, യേശുവിനെ എനിക്കൊന്ന് കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ യേശു അവിടെ ചെല്ലും. പക്ഷേ അദ്ദേഹം വളരെ വളരെ വിനയമുള്ള, മര്യാദ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ 1/3 മാത്രം പ്രായമുള്ള യേശുവിനെ ഒരു പ്രവാചകൻ എന്ന് ബഹുമാനിച്ച് വരുവാനിടയായി. വന്നിട്ട് അദ്ദേഹം യാതൊരു നിലയിലും ഒന്നും മറച്ചു വെക്കാതെ അദ്ദേഹം പറഞ്ഞു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്നല്ല. യോഹന്നാനെ സ്നാപകനെക്കുറിച്ചും ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്നാണല്ലോ. അപ്പോൾ അങ്ങൊരു പ്രവാചകനാണ്, അങ്ങയുടെ ദൂത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് ഞാനും എൻ്റെ കൂടെയുള്ള ആളുകളും മനസ്സിലാക്കുന്നു എന്നാണ്. പക്ഷേ യേശു മുഖത്തടിച്ചുകൊണ്ട് പറയുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളത് കൊണ്ട് കാര്യമില്ല. സാധിക്കേണ്ടത് നീ പുതുതായി ജനിക്കുക എന്നുള്ളതാണ്. അതായത്
യഹൂദന്മാർ ജീവിതത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കണം, ശബത്ത് ആചരിക്കണം, ഇങ്ങനെയുള്ള ജീവിതത്തെക്കുറിച്ചാണ് യഹൂദന്മാർ പ്രസംഗിക്കുന്നത്. മിക്ക മതങ്ങളും അതെ, ജീവിതം. പക്ഷെ ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവർ ഞങ്ങളാണ്, അതായത് സുവിശേഷക്കാർ. യേശു പഠിപ്പിച്ചത് ജനനത്തെക്കുറിച്ചാണ്. യേശു പറഞ്ഞു, പുതുതായി ജനിക്കണം. ജീവിതമല്ല, ജീവിതം നന്നാക്കിക്കൊണ്ടായില്ല, ജനിക്കണമെങ്കിൽ ജീവൻ വേണം. അപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ കിട്ടണം, ദൈവത്തിൽ നിന്ന് ജനിക്കണം, സ്വർഗത്തിൽ നിന്ന് ജനിക്കണം. മനുഷ്യരിൽ നിന്നുള്ള ജനനമാണ്, ജഡത്താൽ ജനിച്ച ജഡമാണ്. അതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള ഒന്നാമത്തെ ജനനം പോലെ ദൈവത്തിൽ നിന്നൊരു ജനനം ഭൂമിയിൽ വെച്ചുണ്ടാകണം. അപ്പം നിക്കോദീമോസിന് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കുന്ന കാര്യം വല്ലതും ആണോ? അപ്പോഴാണ് യേശു പറയുന്നത്, മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകും. മോശയുടെ കാലത്ത് ആളുകളെ പാമ്പ് കടിച്ചു. അവർ ഇങ്ങനെ ആസന്നം മരണരായിരിക്കുന്ന സമയത്താണ് ദൈവം മോശയോട് പറയുന്നത്, പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ ഉയർത്തുക. പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കണമെങ്കിൽ പിച്ചള തീയിൽ കൂടെ കിടക്കണം, അത് അടിക്കപ്പെടണം, പിന്നെയും തീയിൽ കൂടെ കടന്ന് പിന്നെയും അടിക്കപ്പെട്ട് പലയാവർത്തി തീയിലും അത് കടന്ന് പലയാവർത്തി അടിക്കപ്പെട്ടാലേ പിച്ചള സർപ്പം ഉണ്ടാവും. അതിനെ നിലത്ത് കിടത്തിയാൽ പോരാ, അതൊരു കൊടിമരത്തിൽ ഉയർത്തണം. അന്നത്തെ 6 ലക്ഷം പുരുഷന്മാർക്കും അതിലേറെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെയുള്ള ഏക രക്ഷാമാർഗം ഈ ഒരു പിച്ചള സർപ്പം മാത്രമായി. ഉള്ളിലേക്ക് നോക്കണം, എങ്കിലേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പണ്ട് 2 ഒറ്റുകാർ റാഹാബിൻ്റെ വീട്ടിൽ വന്ന്, റാഹാബ് അവരോട്, നിങ്ങൾക്ക് ഈ രാജ്യം ദൈവം തരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ അവളോട് പറഞ്ഞത്, നിന്റെ വീടിൻ്റെ വാതിക്കൽ ഒരു അടയാളം. അത് ഒരു ചുവന്ന തുണിയായിരുന്നു, ചുവന്ന നൂലായിരുന്നു. പക്ഷേ മരുഭൂമിയിൽ പാമ്പ് കടിയേറ്റ സമയത്ത് ഒരു ചുമല നൂല് പോരാ. ചുമല നൂൽ കൊണ്ട് ഈ ആത്മീക അർത്ഥം ഉണ്ടാകുകയില്ല. കർത്താവായ യേശു മനുഷ്യന് വേണ്ടി അടിയേൽക്കണം, നരകമേൽക്കണം, മരിക്കണം. യേശു മരത്തിന്മേൽ തൂങ്ങപ്പെടണം. അതിനാലാണ് മനുഷ്യന് രക്ഷയുണ്ടാകുന്നത്. ആളുകൾ ദൈവം ഒരുക്കിയ ഈ മാർഗത്തെ മുകളിലേക്ക് നോക്കി കാണാനായി സാധിക്കണം. ഭൂമിയിലുള്ള ഒരു മാർഗവും മനുഷ്യനെ രക്ഷിക്കുകയില്ല. പക്ഷെ നിക്കോദീമോസിനൊന്നും മനസ്സിലായില്ല. അതായത് യേശു നല്ലൊരു പ്രവാചകനാണ്, നല്ലൊരു അന്ത്യം യേശുവിനുണ്ടാകും, സ്വർഗവും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ മനുഷ്യനോട് യേശു പറയുകയാണ്, ഞാൻ മരിക്കും, മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്നെ കൊല്ലും, പക്ഷേ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ കിട്ടും. നിക്കോദീമോസ് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം ആ രാത്രിയിൽ തിരികെ പോയി. പക്ഷേ പിന്നെയും യേശുവിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന് കാണും എന്ന് വേണം കരുതാൻ. അതിന് ന്യായമുണ്ട്. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ വിസ്തരിച്ച് വിധിച്ച് യേശുവിനെ കുരിശിൽ തൂക്കി കൊന്നു എന്ന് അദ്ദേഹം കേട്ടു. അദ്ദേഹം ഓടി യഹൂദന്മാരോട് അനുകൂലവാദി അല്ലാതിരുന്ന അന്നത്തെ ഒരു ശ്രേഷ്ഠ മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് അടുക്കൽ ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ യേശുവിനെ കാണാൻ പോയ സമയത്ത് യേശു എന്നോട് പറഞ്ഞിരുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ എന്നെയും കെട്ടിത്തൂക്കുമെന്ന്. അത് സംഭവിച്ചു. അതുകൊണ്ട് യേശു ദൈവത്തിന് മനുഷ്യാവതാരമാണ്. ആ ശവത്തെ നമുക്ക് മാന്യമായിട്ട് അടക്കണം. ഇനി അതേ ചെയ്യാനുള്ളൂ. നിക്കോദീമോസ് പറഞ്ഞു, എനിക്കായി പാറയിൽ വെട്ടിയ കല്ലറയുണ്ട്, അത് യേശുവിന് കൊടുക്കാം, യേശുവിനെ അതിലടക്കാം. 100 റാത്തൽ സുഗന്ധവർഗത്തോടുകൂടെ അവര് യേശുവിനെ വളരെ മാന്യമായിട്ട് നിർമ്മലാശിയിലെ പൊതിഞ്ഞ് സംസ്കരിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യേശുവിനെ മാനിക്കാൻ നിക്കോദീമോസിന് തോന്നിയത് എന്തുകൊണ്ടാണ്? യേശു ദൈവമാണ് എന്ന് നിക്കോദീമോസിന് അന്ന് രാത്രി വന്നപ്പോഴും അതിനുശേഷമുള്ള പഠനത്തിലും മനസ്സിലായി. അതുകൊണ്ടാണ്.
യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾ യേശുവിന് വേണ്ടി പ്രവർത്തിക്കും. തങ്ങളുടെ കഴിവുകളും തങ്ങളുടെ സാധ്യതകളുമെല്ലാം യേശുവിന് വേണ്ടി വിനിയോഗിക്കാനിടയായി തീരും. നിക്കോദീമോസ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവനായിരിക്കും. ഒരുപക്ഷെ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഉപദേഷ്ടാവ് എന്നുള്ള സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് കാണും. എന്നാൽ സ്വർഗത്തിൽ ഉന്നതമായൊരു സ്ഥാനം ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൈക്കൊണ്ട് അവനെ സ്നേഹിച്ച് അവന് വേണ്ടി കഴിവുകൾ വിനിയോഗിക്കുവാൻ ഈ നിക്കോദീമോസിനെ കുറിച്ചുള്ള പഠനം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.